ടൂറിസ്റ്റ് മാപ്പ് വയനാടിലെ പെരിക്കല്ലൂരോ? പെരിക്കല്ലൂർ എന്താ കാണാനുള്ളത്? രവീന്ദ്രൻ തമ്പി വയനാട്ടിലെ പൈതൃകമുള്ളത് നമ്മളന്ന് മറ്റേ ഇവിടെ പോയില്ല വെച്ചാ, നമ്മളത് ബൈക്ക് ഓടിച്ചൊരു ഒരു സ്ഥലത്ത് പോയില്ലേ, ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു സ്ഥലത്ത് പോയില്ലേ, ആ വഴിക്കാണ് ഇത്. ആരും വിടൂല, പുതിയതല്ല, ഞാൻ അങ്ങോട്ട് കയറ്റി വിടില്ല. ഇതാണ് നന്ദി. ഇത് വിജയ ഹൈസ്കൂൾ, വിജയ ഹൈസ്കൂൾ പുൽപ്പള്ളി. അവിടെ നിന്ന് കിട്ടിയത് അത് AD 14-ാം നൂറ്റാണ്ടിലെ ഗ്രാനൈറ്റ് ആണ്. തൊടാൻ പറ്റുമോ? കല്ലല്ലേ, കുഴപ്പമുണ്ടാവില്ലായിരിക്കും. തുടരുന്നൊന്നും എഴുതിയിട്ടില്ല, കല്ലാണ്. നന്ദി തന്നെ. ഇതൊക്കെ എനിക്ക് അമ്പലങ്ങളിൽ നിന്നുള്ളതായിരിക്കും അല്ലേ? വിജയ ഹൈസ്കൂൾ കണ്ടെടുത്തത് കാലഘട്ട അജ്ഞാതമാണ്. സോപ്പ് കല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഓ, എൻ്റെ പണ്ടത്തെ ആൾക്കാരെ കഴിവ് നോക്ക്. പിന്നെ തൊടുന്നത് ശരിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് തൊട്ടിട്ടുണ്ട്, ഇതുണ്ടോ? കുഴപ്പമുണ്ടാവില്ല. ഇതും വിജയ സ്കൂളിൽ പകുന്ന ക്രിസ്തു പകുന്ന കരിങ്കല്ല്. ഇതും കരിങ്കല്ല്, അത് രണ്ടും കരിങ്കല്ല്. ഇത് സോപ്പ് കല്ല്. അതല്ല, ഗ്രാനൈറ്റ്, സർപ്പക്കല്ല്, മാടമ്പി വിളക്ക്. മാടമ്പി വിളക്ക് ഇതെവിടെയാ? ഭാവിയിൽ ഇതൊക്കെ പുൽപ്പള്ളി കാട്ടിൽ കിട്ടിയതാണ്. വിജയ ഹൈസ്കൂൾ ഭയങ്കര സംഭവമായിരുന്നു. സർപ്പൻസ് സ്റ്റോൺ ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? വിജയ ഹൈസ്കൂൾ. ഇതപ്പോൾ എന്തായിരിക്കും? സൂക്ഷിച്ച് പിടിക്കണം കേട്ടോ, ഉറപ്പിച്ച് വെച്ചിട്ട്. വയനാട്ടിലെ ഇതാ വയനാട്ടിലെ മണ്ണിനങ്ങൾ വെച്ചാ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്, മലയോര മണ്ണ് ഇവിടെ ഉണ്ട്. മലയോര എക്കൽ മണ്ണ്. ഈ എക്കൽ മണ്ണെന്ന് പറയും, എക്കൽ മണ്ണ് കറുത്ത മണ്ണാണ്. ഏറ്റവും നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ്. ഇതെല്ലാം ഒരേ കറുത്ത മണ്ണ്, മലയോര മണ്ണ്. ഇതാ വെച്ചാ വെട്ടുകൽ മണ്ണ്. വെട്ടുകൽ മണ്ണ്, വനമണ്ണ്. വനത്തിൽ ഇങ്ങനത്തെ മണ്ണല്ലേ? ഇതെല്ലാം 15 തരം തൊട്ട് എല്ലാം ഭൂരിപക്ഷം ഒരേ സാധനം തന്നെയാണല്ലോ. നമുക്ക് ഇങ്ങോട്ട്, നമ്മൾ ഇവിടുന്നാണോ? ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇതൊന്നും തുടരുന്നതാണ്. എവിടെ തുടർന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഡു നോട്ട് ടച്ച് ഓൺ ദ എക്സിബിറ്റ്സ്. വെങ്ങൽ അല്ല, വെലങ്ങൽ. അടുപ്പിന് മുകളിൽ സാധനങ്ങൾ ഉണങ്ങാൻ ഉപയോഗിച്ചിരുന്നത്. അടുപ്പിന് മുകളിൽ സാധനങ്ങൾ ഉപയോഗിക്കും. അടുപ്പിന് മുകളിൽ എനിക്ക് മനസ്സിലായി, ആ മേളിൽ തട്ടായിട്ട് വെച്ചിട്ടായിരിക്കും അല്ലേ? ഗോത്ര സ്മൃതി, ഗോത്ര ജീവിതത്തിൻ്റെ മീൻ പിടിക്കാൻ വേണ്ടി വ്യക്തികളുമായി ബന്ധപ്പെട്ട വസ്തുക്കളും വീട്ടുപകരണങ്ങളുമാണ് ഈ ഗാലറി. പണിയർ, ഊരാളി കുറുമർ, വയനാടൻ ചെട്ടിമാർ എന്നിവരുടെ ഡയറിയിൽ നടപെടണം. ചിലത് പഴയ ചെറിയ ചാതകൾ, മീൻ പിടിക്കുന്ന സാധനം. ഓ, മീൻകൂട്. ഇതിവര് കഴുത്തിൽ മണിക്ക് പറയാം.
ഇത് ഒരു വേറെ ഉണ്ടാക്കിയിട്ടാണ് അതോ പഴയ കാലത്ത് നിന്ന് എടുത്തോണ്ട് വന്നാണോ? സസ്യ ധാന്യങ്ങൾ മീൻ സൂക്ഷിക്കുന്ന പിടിച്ച് മീനുകൾ ഇടുന്ന പാത്രം വെച്ച കലപ്പ നോക്ക്, കലപ്പ നോക്ക്. ഇത് മറ്റേ പോത്തിന്റെ ആ സാധനമാണോ? അതെ എടാ തുടരുന്ന എഴുതിയിട്ടുണ്ട്. കരി നിലം ഒഴുകുന്ന ഞേഞ്ഞൽ. സംഭവം. ഇതാണ് വലിയ കൊമ്മയുണ്ട് കൊമ്മ. ഒക്കൽക്കോൽ, ഒക്കൽക്കോൽ അത് ഇതായിരിക്കും അല്ലേ? ആ മറ്റേ ഇതെടുത്തെടുത്ത് ഇതിൽ തുടർന്ന് എനിക്ക് തന്നെ തുടർന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഇതൊന്നും എന്താണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇതൊക്കെ തൊടാൻ പറ്റുന്നതാണോ? മേലത്തെ അതിനെ കുറച്ച് ഓപ്പൺ എങ്ങനെയാണ് അടുത്തത് കാണാൻ പോകുന്നത്. കൊമ്പമുറം. ഇതെന്താ കൊമ്പമുറം? എന്താ കൊമ്പമുറം? കൂട. സാധനങ്ങളെല്ലാം അങ്ങോട്ടും കൂടെ മാറിയാട്ടെ ഇരിക്കുന്നത്. വീരസ്മൃതി. ബാള ഇന്ന് കണ്ടു തുടങ്ങും. മെമ്മറീസ് ഓഫ് ഹീറോസ് വീരന്മാരുടെ സ്മരണയ്ക്കായി നീരക്കല്ലുകൾ പഴയൊരു കാലത്തിൻ്റെ ളുമായി ചാർച്ചപ്പെട്ടവെന്ന് പറഞ്ഞെന്താ? ബന്ധപ്പെട്ടതെന്നാണോ? ഇത്തരത്തിലുള്ള സ്മാരകശിലകൾ. ഇതാണ് വീരക്കല്ലി. അവിടെ ഇതും ആ വിജയ ഇപ്പോഴാ സ്കൂളിലൊക്കെ പോകണല്ലോ. ഇത് കൊച്ചു മാത്രമുള്ള പുൽപ്പള്ളി മധ്യകാലം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് കേട്ടോ. ഇതാക്കുന്ന യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ. ഇത് വാൾപ്പയറ്റ് മറ്റേ ഇതായിരിക്കും. ഞാൻ സത്യം പറഞ്ഞത് പെണ്ണുങ്ങളാണെട്ടോ വിചാരിച്ചത്. മുടിയുടെ ഇത് തലയുടെ ഇത് ഉണ്ട് കയ്യിൽ പെണ്ണുങ്ങളാണ്. ഇത് പെണ്ണുങ്ങളാന്ന് തോന്നുന്നു. ശരീരത്തിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് പെണ്ണുങ്ങളെ അല്ലേ? മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീരക്കല്ല് പാതയോർത്തുനിന്ന് കണ്ടെത്തിയത്. ഏത് പാതയോർത്ത്? അതോടെ എഴുതിയിട്ടുണ്ടോ കാര്യങ്ങൾ? ചന്ദനമംഗലം അല്ല, ചന്ദനല്ല, ചനമംഗലം. ചനമംഗലം. ഓ, മലയാളം വായിക്കാൻ അറിയണ്ടോ? തുടലട്ടോ. അതാണ് ഞാൻ നേരെ പറയാൻ പറ്റൂല. കയ്യിൽ എന്തോ ഉണ്ട്. അതിൻ്റെ ഇത് ഫ്ലൂട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇത് ഡാൻസ് ആണോ? മറ്റേ വീരക്കല്ല് എന്നല്ലേ പറഞ്ഞേ? ഇതിലാണോ? ഉറുമയാണോ? ഇതൊക്കെ യുദ്ധം ചെയ്തതിൻ്റെ ഇതായിരിക്കും. ഇയാളിങ്ങനെ കൈ വയ്ക്കുന്നു. ഇത് ഡാൻസ് ആണ്. ഇതിങ്ങനെ കൈ വയ്ക്കുന്ന. ഇവിടെയും കയ്യിലെന്തോ ഉണ്ട്, ഇങ്ങനെ വളഞ്ഞിട്ടുള്ള എന്തോ ഉണ്ട്. ഇതാണ് മെയിൻ ആണ്. എനിക്കൊന്നും എന്താണെന്നറിയോ? കൊല്ലാനാണോ? ഇവര് ജയിച്ചു വന്നതിൻ്റെ ആഘോഷമായിരിക്കും ഇവിടെ നടക്കുന്നത്. ഇത് കണ്ണൊക്കെ നോക്ക്, കുഴലൊക്കെ വെച്ച് കണ്ണൊക്കെ നോക്ക്, എന്ത് പെർഫെക്റ്റ് ആണ് കണ്ണൊക്കെ. വായി നോക്ക്. എന്തല്ലടാ അടുത്ത വീരക്കല്ലോ. പൊൻകുഴി എന്ന സ്ഥലത്ത് ഓ, ഇത് മറ്റേ ദൈവങ്ങളുടെ രൂപമായിരിക്കും അല്ലേ? കണ്ടെത്തിയ ഉടഞ്ഞ അതായിരിക്കും അല്ലേ? താമരമൊട്ട് പിടിച്ചിരിക്കുന്നതായിരിക്കും. കിളച്ചെടുത്തതാണ്, മുത്തങ്ങന്ന് കിട്ടിയതാണ് താമരമുട്ട്. അപ്പൊ അത് താമരമുത്താണ്. അപ്പൊ ഇതാണ് ദേവതയാണത്. ഇതിനെയൊക്കെ എല്ലാം താമര കിളച്ചെടുത്തതാണ്. ക്രിസ്തുവർഷം 11 ഉർവര. ഡിയേറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ. കിട്ടിയതാണ്. എടത്തറ എവിടെയാ? എടത്തറ താഴെ. ഇതിലും അതേപോലെ എന്തോ പിടിച്ചു. രമ, ഗോഡസ് ഓഫ് പ്രോസ്പെരിറ്റി. ഇതെല്ലാം ഒരേപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അത് സമൃദ്ധിയുടെ ദൈവം. കിളച്ചെടുത്തത് എവിടെയാണ്? ഇത് മുത്തങ്ങയെന്നാണ്. ഇത് രണ്ട് മുത്തങ്ങയെന്ന്. ഓക്കെ. ഉർവര. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ മക്കളെ അതാണോ? അതോ മറ്റേ ഇതിന്റെ ആണോ? മറ്റേ കൃഷിയുടെ അതാണ്. ഇത് നോക്കൊരു നാല് ഇന്നത്തെ കാലത്ത് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. ഇതൊക്കെ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ, പ്രോസ്പെർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? സ്വത്തിനല്ലേ? സ്വത്തിനല്ല. പ്രോസ്പെർ ആയിട്ട് ജീവിക്കുന്ന സമൃദ്ധി അങ്ങനെ സ്വത്തിനല്ല പറയുന്നത്. അല്ല ഇതൊക്കെ ഒരു ഡാമേജ് റൈറ്റർ വിത്ത്
സ്റ്റൈല്. ഇത് രണ്ടും ഒരു സെയിം സാധനം, പിന്നെ ഇത് മാറുന്നല്ലേ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് രണ്ട് മുട്ടല്ലേ പിടിച്ചേക്കുന്നത്, കൈയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നല്ലേ? അതാ ഞാൻ ചോദിച്ചത്. അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. വ്യത്യാസം കയ്യിൽ മാത്രമേ കാണൂ. മുദ്ര ഇങ്ങനെ പിടിക്കുന്നതിൽ മാത്രമേ. ഇനി അതിലാണോ ഇവർ വ്യത്യാസം ചെയ്തുകൊണ്ടിരുന്നത്? പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആയിരിക്കും. ഇതെന്താ കൂടം കൂത്ത്. സ്റ്റൈലിഷ് അല്ലേ? സ്റ്റൈലസ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാവും. ഓ, പുള്ളി കുറച്ചുകൂടി എടുക്കുന്നതാണ് ഇത്. അല്ല, പുള്ളി മറ്റേ എഴുതുന്ന ആളുമല്ലായിരിക്കും. എന്താ ഭൈരവ മൂർത്തി. ഭൈരവമൂർത്തി ഭൈരവമൂർത്തിയാണ്. കേട്ടോ. കയ്യിലൊക്കെ തല ഇരിക്കുന്ന ഇതൊക്കെ ലൈറ്റായിട്ട് ഇതൊക്കെ കിളച്ചെടുത്തതാണ്. ശ്രീരാമന്റെ ഇപ്പൊ വൃത്തിയായി. ഫ്ലിക്കർ ചെയ്ത് ഇത് ദേവത, താമരമുട്ടുള്ള ദേവത, കാലത്തെ ഉർവര. വിജയനഗര കാലത്തെ വിഷ്ണു, ഭൈരവമൂർത്തി. ഇത് മിക്കവാറും കർണാടക സൈഡിൽ നിന്നൊക്കെ കൊത്തിയെടുത്തായിരിക്കും അല്ലേ? 15-ാം ശതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപ്പോൾ 15-ാം നൂറ്റാണ്ട്, അപ്പോൾ 1500 ആ സമയത്തല്ലേ? എന്താല്ലേ ഇത്? അപ്പോൾ ആലോചിക്കുക, അത് ഏറ്റവും പഴയത്. അവിടുന്ന് വന്നപ്പോഴും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊത്താൻ പഠിച്ചു വരും. ഫ്രീക്ക് സാധനം ഏതല്ലേ? ഇതാണ് താടിയൊക്കെ നിന്നിട്ടില്ലേ? ഒരു ചൈനീസ് ഒരു ഇതുണ്ടല്ലേ? 15 to 18-ാം ശതകം. ചീങ്കല്ല് എന്നൊക്കെ പറഞ്ഞാൽ മുത്തങ്ങ. ഇതാരാ? ഐന്തല ഭഗവതി. ലോക്കൽ ഇടത്തറന്ന് കിട്ടിയതാണ്. ഈ ഇടത്തറ എവിടെ? എനിക്കതാ മനസ്സിലാകാത്ത. പുൽപ്പള്ളിയാണ് എവിടെ? ഇടത്തറ നമ്മുടെ ഇവിടെ ഒരു ഇടത്തറ പഞ്ചായത്ത് അതുണ്ട്. ചുങ്കത്തറ, മറ്റേ നിലമ്പൂർ, പിന്നെ ഇടത്തറ ഓഡിറ്റോറിയം ഉണ്ട്. എൻ്റെ മനസ്സിൽ ആദ്യം അതാണ്. ഇത് വേറൊരു ഇതുണ്ടോ, ഉപ്പുച്ചിറ വയൽ. ഇവരുടെയൊക്കെ ആ മീശയൊക്കെ ശരിക്കും അതേപോലെ ആയിരിക്കും അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ആയിരിക്കും അല്ലേ? ഇതെന്താ ദേവൻ? ഇത് വിഷ്ണു. ചതുർബാഹു. ബാവലി ഈ മരത്തിന്റെ ഇതൊക്കെ പാമ്പുകൾ പടഞ്ഞു നടത്തുന്നവരില്ലേ? ഉർവരദേ, വീണ്ടും ഒരു ഉർവരദേവത. എന്താ വിഷയം? ഉർവരദേവത, അലങ്കാര സുന്ദരി, മുത്തങ്ങ. an adorned female figure. നർത്തകി, ഫീമെയിൽ ഡാൻസർ. നർത്തകിക്ക് എന്താ വൃത്തി? ആ നർത്തകിക്ക് ഇതുണ്ടോ? ആ ഉടയാടകളുണ്ടോ? കഴുത്തിൽ മാലയും വളകളും. ഇവരെല്ലാം മുടിയുണ്ട്. അത് മുടിയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്. സ്ത്രീകളുടെ ആ മുടിയുണ്ട്. അതെ, അവരെല്ലാവരും സൈഡിൽ കണ്ട ആ മുടിയുണ്ട്, ആ ഉണ്ട കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ വശത്തെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. നർത്തകനുണ്ടല്ലോ മുടിയപ്പോൾ. നർത്തകനുണ്ട്. കവണക്കാരൻ, നർത്തകൻ. ഓ, ആണുങ്ങൾക്ക് ഈ സൈഡിലോട്ടാണോ മുടി? അല്ലേ? അല്ല, പക്ഷെ ഇതിൽ കവണക്കാരന് വലത്ത് വശത്തുണ്ട്, ഇങ്ങോട്ട് ഇടത് വശത്തേക്കുണ്ട്. പക്ഷേ ഇത് ഈ നർത്തകനും അതേപോലെ മൂടിയിരിക്കുന്നത്, വലതുവശത്തേക്ക് ഇരിക്കുന്നത്. കവണക്കാരൻ്റെ വസ്ത്രം തന്നെ വേറെ. ഇതാ നോക്ക്, ചെറിയ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇതാണ്. അമ്മാനയാട്ടം, ക്ലച്ചെടുത്തത്. അറിയില്ല. മുത്തങ്ങ, എക്സ്കവേറ്റഡ്, യോദ്ധാവ്, കൂടംകുത്ത്. ഇതൊക്കെ എന്തെങ്കിലും നർത്തമായിരിക്കും അല്ലേ? പിക്ചർ ഡാൻസ്.
ഇടത്തറ പിക്ചർ കൃഷിക്കാരുടെ നൃത്തമായിരിക്കും അത്. ബാബുവിന് അപ്പുറത്ത് കുടംകൂത്ത് കൂടല്ലേ കുടംകൂത്തല്ലേ? ഓ തലയിൽ കൂടാണ് ഇരിക്കുന്നത്. ഓ അതാണ് പിക്ചർ. എന്നിട്ട് ഇത് കണ്ടല്ലേ ആ കൃഷിക്കാരുടെ ഡാൻസാണ്. കുടംകൂത്ത്. ജീവന സ്മൃതി ഗ്ലാസിൽ തുടരുത്. ആട്ടക്കാരി. ആട്ടക്കാരി അവളാണ് ആട്ടക്കാരി. നർത്തകി. അവളൊരു ആട്ടക്കാരി. നർത്തകി. അഡോൺഡ് ഫീമെയിൽ ഫിഗർ. അതപ്പോൾ എന്താ ഇവർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഇതാണ് രൂപമാണോ? അലങ്കാര സുന്ദരി. അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതാണോ? 14ാം സെഞ്ചുറിയിൽ. ഇതെങ്ങനെ ഇവർ ഈ 14 കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലായത്. എനിക്ക് അന്നത്തെ കാലഘട്ടത്തിന്റെ സ്റ്റൈലോ അല്ലെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും കാർബൺ ഡേറ്റിംഗ് ഒക്കെ ചെയ്യും. അതെനിക്ക് കല്ലിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നർത്തകി. ഇതും നർത്തകി. എല്ലാം നർത്തകി. ഇത് ഗണപതി. ഇതെങ്ങനെ ഗണപതി ഒന്ന് മനസ്സിലായി. ആ തുമ്പിക്കയിലെ പുൽപ്പള്ളിന്ന് കിട്ടിയതാണ് 8-9 സെഞ്ചുറിയിൽ. ഇതൊന്നും ആലോചിക്കുക. അവരന്ന് കല്ല് കൊത്തിയെടുത്തോണ്ട് ഇതൊക്കെ കാണാണ്ടായി. നമ്മളാണെങ്കിൽ ഒന്നും കല്ലിലൊന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല നമ്മുടെ കയ്യിലുള്ളത്. ഒരു കൊടുങ്കാറ്റ് വന്നാൽ പോകാൻ പറ്റുന്ന ഓർമ്മകളേ ഉള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നിട്ട് തെളിവുണ്ടാവില്ല. ഇതാടാ കുബേരൻ. ഇത് 8-9 പുൽപ്പള്ളിന്ന് കിട്ടിയത്. വിജയ ഹൈസ്കൂൾ ഒരു സംഭവമായിരുന്നല്ലോ. സ്കൂള് പൊളിച്ച് മാറ്റേണ്ടി വരൂലേ? വൈത്തിരിന്ന് കിട്ടിയത്. നദിയിൽ നിന്നും ശേഖരിക്കുന്ന അജ്ഞാതം. ഇത് ഇത്രയാണ് ഗണപതി. ഓ കാലങ്ങളായിട്ട് അതിനകത്ത് കിടന്ന് ഒഴിച്ച് നന്നായി പോയതായിരിക്കും ഡീറ്റെയിൽ എല്ലാം. സ്ത്രീ രൂപം. തലയില്ല. എന്തോ കയ്യിലൊരു കുന്തം പത്തെന്തോണ്ട്. ഇനി ആ മറ്റേ ദേവിയാണോ? ദേവിയുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. സീറ്റഡ് ഫീമെയിൽ ഫിഗർ. 15 തപസ് ചെയ്യുന്നവരുണ്ടല്ലേ? ഒരു കൈയുടെ പകുതി പോയി. ആൺ തല. ഇത് കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒരു കൊത്തിയെടുത്തിട്ടുണ്ടാവുക? രാജാവിന്റെ തല പോലെ ഉണ്ടല്ലേ? മെയിൽ ഹെഡ്. ലോക്കൽ പ്ലസ് കർണാടക. പിന്നെ ഇതിനൊന്നും ഡേറ്റ് ഒന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ചാണ്. ഇതൊക്കെ ഓരോ നടന്നു പോയതൊക്കെ ആയിരിക്കില്ലേ? ഇത് മരമാണോ? അത് കല്ലോ? വായ്പായിട്ട് കർഷകനാണോ അതോ പെണ്ണാണോ? അത് സ്ത്രീയാന്ന് തോന്നൂലേ? നിക്കടെ ഞങ്ങളിത് ഇതേ ചെവിയിലിടുന്ന സാധനം വെച്ചാ ആത്മഹത്യക്ക് പറഞ്ഞിട്ടുള്ള വേറൊരു വാക്കറിയാൻ പറ്റുമോ? ഇല്ല. തൻകൊല. 1960. അതെന്താ പൈസയാണോ അത്? ഇത് 25 ഇതൊക്കെ 1900. ഇതിൽ കൂടുതൽ ഇവരെന്നെ സെറ്റ് ചെയ്താന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ മേലെയുള്ളവർക്ക് തുള്ളിക്കൈ മൂക്കോ പശു ഇത്തിരി വ്യത്യസ്തമായ ഇതൊക്കെ ഇവരുണ്ടാക്കിയത്. അല്ല കാലഘട്ടം ബി സിയിലോ 10ാം നൂറ്റാണ്ടിന് മേടി 5ാം നൂറ്റാണ്ടിന് മധ്യ പീരീഡ് പ്രദേശം കുപ്പക്കൊല്ലി. BC 1000 എന്നൊക്കെ പറയുമ്പോൾ അത്രയും പഴയതല്ലേ? ഇതെന്താ സാധനം? നവീന ശിലായുഗത്തിലെ കന്മഴുക്കം. കന്മഴുക്കൾ കല്ലുകൊണ്ടുള്ള ആ അതാ മഴുക്കൾ. എൻ്റെ മണ്ണ് എന്താലേ? നവീന ശിലായുഗം. നിയോലിത്തിക് ഏജ്. കുതിരപ്പുറത്ത് യോദ്ധാവ്. നമ്മുടെ സാധനങ്ങൾ കത്തിയെപ്പ്. ഉറുമി. നീ ഇത് കണ്ടിട്ടാണോ ചോട്ടെ മറ്റേ പാട്ട് പാടിക്കൊണ്ടാണ് നീ ഉറുമി കണ്ടപ്പോഴാണ്? ഇതെന്താ സാധനം? വീൽക്കണി. അതൊന്ന് വീലിൽ കെണി വെക്കുന്നു. വിൽക്കണി. വിൽക്കണി. സോറി, ഞാനൊരു വീലിൽ വെക്കുന്ന കുന്തം. സ്പിയർ. പഴയകാല വിളഞ്ചിക്കോ. നമ്മുടെ ഇവിടെ ഉള്ള കുപ്പയെ പറ്റി അറിഞ്ഞാണ് മിക്കവാറും മറ്റേ വിദേശികൾ വന്നതിന് ശേഷമായിരിക്കും. അതിന് മുമ്പ് ഇവർ എന്തൊക്കെ കഴിച്ചോണ്ടിരുന്നുണ്ടാവും. ഇല്ലാണ്ട് ഉപ്പിനെ കുറിച്ച് ഫൈറ്റേഴ്സ് ഓൺ ഹോഴ്സ്ബാക്ക്. കുതിരപ്പുറത്ത്. ഇത് 16ാം ശതകം. താമര. ഇത് അവിടെ നേരത്തെ ഉണ്ടാവും.
അല്ലാതെ യോദ്ധാവിന് എന്താ വാളുണ്ടല്ലേ അതില്, വാളും കുന്തുണ്ട് വെച്ചാ യോദ്ധാവിൻ്റെ നർത്തകൻ. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവും. അയാളുടെ കുന്തുണ്ട്, ഇത് നർത്തകൻ, അത് യോദ്ധാവ്. അതിവിടെ എഴുതിയില്ല. ഞാൻ നമ്മളിത് കാണുമ്പോൾ വ്യത്യാസം നോക്കുക, അത് അവരിങ്ങനെ മനസ്സിലാക്കി അറിയുന്നത്. കുതിക്കുന്ന പോരാളി, കുതിക്കുന്ന പടയാളി. ഓ മറ്റേ സാധനം പോരാളി മലയാളം വാളും പരിചയം. റഷ്യൻ വാരിയറാണ്. റഷ്യൻ സതിക്കല്ല്. നല്ലൂർ വാരി. സതിക്കല്ല് എന്ന് പറഞ്ഞാൽ സതി മറ്റേതാണ്, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ എടുത്ത് ചാടുന്ന ആ പരിപാടിയാണോ? അതറിയില്ല. വിജയ ഹൈസ്കൂളിൽ നിന്ന് ചീങ്ങൽ. ഇതൊന്നും എഴുതിയിട്ടില്ല. എന്താ ഇതെന്ത് സാധനം? അതെന്തൊരു കിട്ടിയില്ല എന്താ സാധനം. ചീനം, കുഴൽ, ഓരോരോ വാദ്യോപകരണങ്ങൾ. ഇതപ്പറ്റി ഇതാണ് തുടി എന്ന് പറഞ്ഞത്. ഇവിടെ ലൈറ്റ് കിട്ടില്ലല്ലോ. ഇതാണ് തുടി. താളം തെറ്റില്ല, ആ തുടിയാണ്. ആ തുടിയാണ് ഇങ്ങോട്ട് അടിച്ചു വരുന്നല്ലേ. തൂക്ക്. ഇതെന്താ തൂക്കുന്നത്? തൂക്കി എടുക്കും. ചോറ് ഊറ്റാൻ ഉപയോഗിച്ചിരുന്നത് മറ്റേ സാധനം തൂക്കി വെക്കുന്നത് അതായിരിക്കും. ചോറൂട്ടി അല്ല, ഉപ്പും മുളകും വിളമ്പാൻ ഉപയോഗിച്ചത്. തണ്ണി തിരിക വെള്ളം. ചോറൂട്ടി ഉണ്ടല്ലോ. ചോറ് ഊറ്റി മുക്കി. കലത്തൊരിക, മൺപാത്രങ്ങൾ വെക്കാൻ ഉപയോഗിച്ചിരുന്നത്. അരിയൊക്കെ ഇതിനകത്ത്. ചട്ടുകങ്ങൾ, അടുക്കള, കോരിക. ചോറ് കോരാൻ ഇത്രയും വലുത്. അപ്പം എൻ്റെ വലിയ പാത്രത്തിൽ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നല്ലേ. ആ എന്നെ തീറ്റയൊക്കെ തന്നിട്ടുണ്ടാവുക. ഇതെന്ത് സാധനം? ഇത് ചോറ് കോരാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതോ ചട്ടുകങ്ങളത് വലിയ സാധനം എന്തോ ഉണ്ടാക്കുന്നുണ്ട്. മുക്കി എന്ന സാധനം വെള്ളം കോരുന്നായിരിക്കും അല്ലേ? ഒരു തരം തവി. അതെ, മുക്കി വെള്ളം പോലത്തെ എന്തെങ്കിലും കോരുന്നായിരിക്കും. ഇതെന്താ കറവള സ്റ്റോറേജ് വശത്ത്? അതെന്താ സാധനം? അടിക്കുന്ന എന്തെങ്കിലുമാണോ? അടിച്ചു പൊട്ടിക്കുന്ന? അല്ല, പാത്രങ്ങൾ അടയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. അതായിരിക്കും വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. അടയ്ക്കാനോ? ഞാൻ കണ്ടില്ലല്ലോ. ഇത് വെച്ചിട്ടേ പാത്രത്തിന് മേളിൽ അടച്ചു വെക്കാലോ. നടക്കോ? അതായിരിക്കുമല്ലോ എഴുതിയിട്ടുണ്ടാവും. അത് എഴുതിയിട്ടില്ല. ഇതാണ് അരനാഴി, പഴയകാല അളവ് മാത്രം. ഓഹോ, അയ്യോ മാറിപ്പോയി. കറവള ഇതായിരുന്നു. എടാ അതല്ല ഞാൻ പറഞ്ഞു, അത് വെച്ച് അടിക്കുന്ന അടുത്തൊരു കുഴി കണ്ടില്ല. കണ്ടില്ല. പാൽ കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രം കണ്ടിട്ട് പശുവിനെ ഇതായി കണ്ടത് വെച്ചിട്ട് ഇത് വെച്ചിട്ടായിരിക്കില്ലേ പണ്ടത്തെ അലുമിനിയത്തിന്റെ സാധനമൊക്കെ ഉണ്ടായിട്ടില്ല. അതായിരിക്കും പണ്ടത്തെ പാല് വെക്കുന്ന അളവ്. ഇങ്ങനത്തെ സാധനമല്ലേ ഇതിനകത്ത് മറ്റേ തൈത പാത്രം. ഈ സാധനം പണ്ട് നമ്മുടെ ഇവിടെ ഒന്നേറിലുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ. ഇത് ഉറിയല്ലേ? പാത്രം പണ്ട് തൂക്കിടാറിയോ? മറ്റേ നമ്മുടെ അടുപ്പിന്റെ അടുത്ത് വെക്കുമായിരുന്നു. അഭിഷേകം ചെയ്യായിരുന്നു തോന്നുന്നു. ഇതെന്ത് ദൈവം? ഇത് ചതുർബാഹു മഹാവിഷ്ണു അല്ലേ? പ്രാർത്ഥിക്കുക. എല്ലാം മുട്ടിച്ച് വെച്ചിരിക്കുക. പൊട്ടിയിരിക്കുന്നു തോന്നുന്നു. വീരമൃത്യു ആയിരിക്കും. അല്ല, വീരമൃത്യു മരിക്കുന്നല്ലേ? അല്ല, ഞാൻ മറ്റേ നമ്മുടെ ചന്തുനെ പോലെ. ചന്തുല്ല, മറ്റേ ഇടച്ചനെ കൊമ്പൻ കുത്തി മരിക്കുന്ന ആട്ടക്കാരി. വളരെ ആട്ടക്കാരി. പിന്നല്ല, പൈസ ഉണ്ടാക്കുന്ന വഴിയല്ലേ? അന്നും വേട്ടപ്പള്ളി അന്ന് ഈ മൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ദണ്ടാൻ അറിഞ്ഞത്. ശിവ ഭിക്ഷാടനമൂർത്തി, അതായത് ശിവ വന്നതാണ്. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെട്ടു. അയ്യോ ഇല്ലല്ല. ഇപ്പൊ നമ്മളൊരു ഇത് പുറപ്പെടുവിച്ചാന് മറ്റേ ഇതിൽ കൂടെ പോകാൻ പറ്റുമോ? ഇതെന്താ സാധനം? വീരക്കല്ല്. മറ്റേ വലിച്ചു പിടിച്ചില്ല, അതാന്ന് തോന്നുന്നു. മറ്റേ ധനുഷ്യം ഇതാക്കിയില്ലേ? മറ്റേ ഇതേ വെച്ചാ കഥ മനസ്സിലായില്ലേ?
തൂക്ക് കെട്ടി ബജ ബജ ഇത് നോക്ക്. ഇത് അതല്ല ഇത് തന്നെ ഉണ്ടോ? അത് ഞാൻ നോക്കിയില്ല. ഇത് നോക്ക്. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇതൊരു മറ്റേ തൂക്ക് തൂക്കുകെട്ടി പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി ഉറവിടം. ഇവിടെ പഴശ്ശിരാജ കോളേജ് ഉണ്ട്. ഞാൻ ഒരു ആനയുടെ ശില്പം പിന്നെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് കണ്ടത്. ഇവിടെ ഇല്ല. അവിടെ ഇല്ല. ഇവിടെ തോളയുണ്ട്. മറ്റേതായിരിക്കും വെയിറ്റ് ആ സാധനം അളന്നു കൊടുക്കുന്നതായിരിക്കും. അതിനൊന്നുമില്ല, ഇതുണ്ടാവും. എവിടെ ചിത്രം? കമ്പ് പോലെ വല്ല അതിനകത്ത് ഇട്ടാൽ ആ അതെ. ഇതിനകത്തുണ്ടോ? ഇതല്ല നല്ല രസം ഡിസൈൻ ആണ്. ഇത് മലയാളമാണോ? മലയാളത്തിന്റെ ആദ്യത്തെ രൂപമാണോ? തൊടുമ്പോ ഇല്ലേ, മലയാളത്തിന്റെ ആദ്യ രൂപമായിരിക്കും അല്ലേ? ദൂരെ ഒന്ന് നോക്കണം. ദാ കണ്ടു. ദായായിരിക്കോ? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദായാണോ വായാണോ? എഴുത്തുകല്ല്. എഴുത്തുകല്ലിന്റെ എഴുത്തൊക്കെ പോയി. ഒന്നുകൂടെ എഴുതേണ്ടിയിരിക്കുന്നു. മുത്തങ്ങ ക്രിസ്തു 13 പറഞ്ഞാണ്. ഇതിനകത്ത് എന്താ വീരക്കല്ല് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു? അതാ പറഞ്ഞില്ല വെച്ചാൽ ഇവര് യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി അവര് മറ്റേ ഇത് ചെയ്ത് നിന്നിട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്നതാണ്. യോദ്ധാക്കന്മാർക്ക് വേണ്ടി അവർ ചെയ്ത ഇത് അനുസ്മരിക്കാൻ വേണ്ടി. താഴെ എല്ലാം ഒരേ പോസാണോ? ആ, ഇത് വാളും പരിചയം. എല്ലാം വീരന്മാരാണ്. ഇത് കൈ പിടിച്ച് ഡാൻസ് കളിക്കും. ഇവരിങ്ങനെ ഇതെനിക്ക് തോന്നുന്നറിയാം. അയാൾ മാത്രം വ്യത്യാസം ഉണ്ടല്ലോ. ഇത് നിൽക്കുന്നത് ഇതെന്താ? അതിപ്പോ മൂർത്തി കുതിര ഇതാണ്ട്. കുതിര ഇതാ. കുതിര 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 ഇങ്ങോട്ട് അത് ഇത് കാളയാണത്. ഇത് നോക്കി കൊമ്പുണ്ട്. മാലിന്യം നോക്ക്. പശു ആണ്. അന്ന് കുതിരയുണ്ടോ? ഇതുണ്ട്. ഇവിടെ മുഴ കണ്ടോ? ഇവിടെ ഒരു മുഴ. ആ അപ്പൊ കാണാം. ഇതെന്തോ എടുത്തോണ്ട് പോവാണ്. വിഗ്രഹം എന്തോ എടുത്തോണ്ട് പോവാണ്. ഇതെന്താന്നറിയോ? എനിക്ക് തോന്നുന്നറിയോ, ഇവർ യുദ്ധം ജയിച്ച് വന്നിട്ട് അതിന്റെ ആഘോഷ പരിപാടികളാണ് മേളിൽ നടക്കുന്നത്. അതായിരിക്കും സംഭവം. എനിക്ക് ഭയങ്കര ഇതെവിടെയാണ് മുത്തങ്ങ? ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ഇവിടുത്തെ കല്യാണമാണ്. അതായിരിക്കും സംഭവം. അതിന്റെ ആഘോഷമായിരിക്കും നടക്കുന്നത്. നേരത്തെ ഒരു ഇതിൽ മറ്റൊരു ഫ്ലൂട്ട് പോലത്തെ ഒരു സാധനം വായിച്ചൊരാൾ നിൽക്കുന്നുണ്ടല്ലേ? എൻ്റെ ഐറ്റം ഫ്ലൂട്ട്. ഇവിടുന്ന് അങ്ങോട്ട് അതെവിടെ കണ്ടില്ലല്ലോ. നമ്മുടെ അമ്പൂത്തി മല അപ്പുറത്തെന്താ? അങ്ങോട്ടേക്ക് എന്തുണ്ടല്ലോ. നമുക്ക് പ്രവേശനം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ കെട്ടിയ സാധനമായിരിക്കുമോ? എന്താല്ലേ സത്യം. നീ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ പെട്ടവൻ. കൂട്ടിലിട്ട തത്ത. അയ്യോ, ക്യാ ഹേ നെക്സ്റ്റ് മൂവ്? വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം കഴിക്കണ്ടേ? കഴിക്കാം. എങ്ങനെയാ ട്രിപ്പ്? നല്ലതല്ലേ? ഒരു മല കയറിയിട്ട് നമ്മളടുത്തത് ചരിത്രം കാണാൻ വേണ്ടി വന്നു. വയനാടിൻ്റെ ചരിത്രം. ഇതിങ്ങനെ വിൽക്കുന്നതാണോ? എല്ലാവരും കിട്ടും. ഇതായിരിക്കും. ബി പരി ഇനി കാണാനുള്ളത് കാരാപ്പുഴയാണ്. ഈ പരിസര പ്രദേശങ്ങൾ കാണാനുള്ളത്. പോയിട്ടല്ല ഇതാ എല്ലാവരും കിട്ടാൻ ഇതേ വഴിയുള്ളൂ. ഞാൻ പിടിച്ചോണ്ട് നിന്നിട്ട് കാര്യം. അവൻ്റെ നമ്പർ 37 അടിപൊളിയായിരുന്നു. കയ്യിൽ 73 37. ഇപ്പോഴാട്ടോ അതിൻ്റെ ക്ഷീണം വരാൻ തുടങ്ങിയ കയറ്റം ചെയ്ത് ഇറങ്ങിയതിൻ്റെ. അയ്യോ, നമുക്ക് കാണാനായിട്ട് പൂപ്പലി ഉണ്ട് അടുത്ത്.
വെച്ചാൽ ഇഷ്ടമാണോ വെച്ചാൽ എൻ്റെ കുഴപ്പമില്ല എന്തുകൊണ്ട് മറ്റേ എടുക്കടാ വേറെ ഉണ്ടല്ലോ ഇതല്ലാണ്ട് അതും കിഴങ്ങ് തന്നെയാണ്. എന്താ ചെയ്യാം നമുക്ക് പൂജാ? നിങ്ങൾ ചേട്ടന്മാർ പറയാം ഞാൻ എന്തിനുണ്ടാക്കി. അതാണ് എല്ലാവരും പറയുന്നത്. എന്തിന് വേറെ എനിക്ക് അറിയില്ല സ്ഥലം വേറെ എന്താ ഇവിടെ കാണാണ്ട് വേറെ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ അടുത്തുള്ള പിന്നെ കാരാപ്പുഴയാണ് പോയ സ്ഥലം. കാരാപ്പുഴ പോയി കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. പോണം. എന്തൊക്കെ പ്രശ്നമൊക്കെ അറിയാം. എന്നാ ഇത് വെച്ചോക്ക്. കാരാപ്പുഴ പോയാൽ ഡാമിൽ അവർ വിടൂല. മെയിൻ്റനൻസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടത്തില്ല. ആകെയുള്ള പാർക്കിൻ്റെ അവിടെ കൂടെ നമ്മൾ കറങ്ങി കളിക്കണം. അപ്പോൾ കാര്യമില്ല. ഇല്ല മധുരമുള്ള വേണോ വെച്ചാൽ അല്ല പിന്നെ എല്ലാർച്ചാലും ഇവിടെ വന്നിരിക്കുവല്ലേ. ചാലാനുള്ള സെറ്റപ്പ് അടിപൊളിയായിരുന്നു. വീടുണ്ടാക്കുമ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യണം. മരങ്ങളൊക്കെ ആയിട്ട് മതി. അണ്ണാക്ക് പൊളുണ്ടാവാൻ പറഞ്ഞു, മുറിയാൻ പറഞ്ഞു. നിങ്ങളുടെ ഒരു മുറിയുന്നുണ്ടോ? ഇതുവരെ കുഴപ്പമില്ല. സമയം എത്രയായി? സമയം നോക്കിയില്ലല്ലോ. 12 എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു വിട്ടാലോ? ഇപ്പം നമുക്ക് പോകാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്ത സുഖം. എത്ര സാധനം ഒരു 20,000 വേണ്ടേ? അതെ, അടുത്ത് വെച്ചതാ. അപ്പം നമുക്ക് ചലിക്കല്ലേ? ആ പോവാ. മതിയടാ, എന്നിട്ട് വാ. വാങ്ങിയത് എന്തായാലും പാഴായി പോയില്ല. ഇതെല്ലാം ബ്രിട്ടീഷുകാരുണ്ടാക്കി കെട്ടിടങ്ങളാണ് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ രസം. ഇവിടെയുള്ള എല്ലാം കവാടം